UDF ക്യാമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ് കിട്ടിയ ഒരു അവസരമല്ലേ എം.വി. ഗോവിന്ദന്റെ RSS പരാമർശം. എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന പഴയ RSS കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അപ്പോൾ തന്നെ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു കഴിഞ്ഞു. BJP വോട്ട് ലക്ഷ്യമിട്ടാണ് പ്രസ്താവനയെന്നാണ് കോൺഗ്രസ് വിമർശനം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേൾക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ എം.വി. ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പഴയ RSS കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. പ്രത്യക്ഷത്തിൽ നമുക്കത് അനവസരത്തിലുള്ളൊരു പ്രസ്താവനയാണ് എന്ന് തോന്നുമെങ്കിലും അത് വളരെ ബുദ്ധിപൂർവമായി CPM പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ്. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് 67-ലും 75-ലും 89-ലും ഇപ്പോഴും CPM BJPയുമായും RSSുമായും കൂട്ടുകൂടുക. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു നിലമ്പൂരിൽ നിന്ന് വീണ്ടും. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ആർ റോഷിപാൽ, നിലമ്പൂർ എക്സ്പ്രസിൽ കുടയൊക്കെ ചൂടിയാണ്, മഴ പെയ്തു തുടങ്ങിയോ? ഈ ഒരു പ്രസ്താവന അത് വലിയൊരു ആയുധമാക്കി മാറ്റാൻ ഒരുങ്ങിയിരിക്കുന്നു വി.ഡി. സതീശൻ എന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രണയ ഉപമയിൽ നിന്നൊക്കെ വ്യക്തമാണ്. മണ്ഡലത്തിലെ വോട്ടർമാരിലേക്ക് ഈ നിശബ്ദ പ്രചാരണ ദിവസം പരമാവധി എം.വി. ഗോവിന്ദൻ പറഞ്ഞ വാചകങ്ങൾ, അതിന്റെ ആന്തരികാർത്ഥങ്ങൾ അതൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ UDF ക്യാമ്പ്? റോഷിപാൽ. സുജാ പാർവതി, സംശയമില്ല, UDFനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാണിച്ച് LDF നടത്തിയ ആരോപണങ്ങൾ, വിമർശനങ്ങൾ, അതിൽ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വിവാദ പരാമർശം വരുന്നത്. ആ പരാമർശം പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമം UDF കേന്ദ്രങ്ങൾ അപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. കാരണം RSS ബാന്ധവം ചൂണ്ടിക്കാണിച്ചത്, BJP ബാന്ധവം നിലമ്പൂരിലുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചത് അത് UDF കേന്ദ്രങ്ങളായിരുന്നു. അങ്ങനെ NDA സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി UDFന്റെ വോട്ട് പിടിച്ച് BJPയുടെ കേഡർ വോട്ടുകൾ LDFന് മറിച്ചു കൊടുക്കുമെന്ന ആക്ഷേപമാണ് UDF ഉയർത്തിയത്. ആ ആരോപണത്തിന് ശക്തമായ പിന്തുണ നൽകുന്ന തരത്തിലാണിപ്പോൾ എം.വി. ഗോവിന്ദന്റെ പ്രസ്താവനയെന്ന് UDF പറയുന്നു. ഏതായാലും നിലമ്പൂരിലെ വോട്ട് ലക്ഷ്യമിട്ടാണോ, BJP വോട്ട് ലക്ഷ്യമിട്ടാണോ ഇങ്ങനെ പ്രസ്താവന എം.വി. ഗോവിന്ദൻ നടത്തിയതെന്ന സംശയം കൂടി UDF ക്യാമ്പിനുണ്ട്. സുജയ. ഓക്കെ, താങ്ക് യു ആർ റോഷിപാൽ. അങ്ങനെയൊക്കെ പ്രസ്താവന നടത്തിയാൽ വോട്ട് കൊടുക്കാനിരിക്കുകയാണോ BJP എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. അതിനുള്ള ഉത്തരം രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.